ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനനായ ഈ വേദിയുടെ അധ്യക്ഷൻ, മുസ്ലിം ലീഗിൻ്റെ തമിഴ്നാട് സ്റ്റേറ്റ് നേതാക്കന്മാരെ, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ കേരള നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്നിവിടെ നീലഗിരി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ IUML സമ്മേളനമാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം, മുസ്ലിം ലീഗ് എന്തിനാണ് കെട്ടിപ്പടുത്തിട്ടുള്ളതെന്നും കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു അതിൻ്റെ പ്രവർത്തനം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, മുസ്ലിങ്ങളാദി ഉൾപ്പെടുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ സ്വത്വം നിലനിർത്താനും വേണ്ടിയാണ് ഈ ഹരിത പതാക രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. ഈയിടെ അടുത്ത കാലത്തായി ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് നടത്തിയപ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായി പ്രതിരോധം നടത്തി കോടതിയിലും മറ്റു കേസ് നടത്തുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പുതിയ രൂപത്തിൽ SIR എന്ന രൂപത്തിൽ പുതിയ ഒന്ന് വരുന്നുണ്ട്. നമുക്ക് ശക്തമായി അതിനെ നേരിടേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നാം ജനിച്ച് ജീവിച്ച രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ രാജ്യത്ത് നമുക്ക് നിലനിൽപ്പ് അത്യാവശ്യമാണ്. നമ്മുടെ വിശ്വാസാചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ നീലഗിരി നിവാസികളായ ആളുകൾക്കൊക്കെ വളരെ വിശദമായി അറിയാൻ തന്നെ. നീലഗിരിയിൽ ഇവിടെ മലയാളി അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ഭൂരിഭാഗം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചും കേട്ടും കണ്ടും അറിഞ്ഞ ആളുകളാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ നമുക്ക് പ്രിയങ്കരായ ഒരു നേതാവുണ്ടായിരുന്നു, KP ഹാജി. KP ഹാജിയുടെയൊക്കെ കഠിന പരിശ്രമങ്ങൾ കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധ്യമായി. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ മതവിഭാഗങ്ങളും, അതേപോലെ മലയാളി കമ്മ്യൂണിറ്റിയും തമിഴ് കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് അധിവസിക്കുന്നത്. അതൊക്കെ ഒരു മാതൃകയാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു മാതൃക പ്രദേശമാണ് നീലഗിരി. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനഫലമായി ധാരാളം കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ശാബ്ദങ്ങൾ STCH പ്രവർത്തനം കിടപ്പ് രോഗികളായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആരോഗ്യപരമായ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് നിരവധി തരത്തിലുള്ള ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നല്ല നല്ല സംരംഭങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ, അവരെ എല്ലാ രംഗത്തും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട്, വിദ്യാഭ്യാസമാണെങ്കിൽ ആരോഗ്യപരമാണെങ്കിലും അവരൊക്കെ കൈപ്പിടിച്ചുയർത്താനുള്ള സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് വെറും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസ ആചാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടും എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെ, തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. അത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ
നമുക്കെല്ലാവർക്കും അള്ളാഹു ആയുസ്സും ആയുരാരോഗ്യം തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.